ഇതാണ് ഉണ്ണി. ഉണ്ണിയുടെ വീട്ടിൽ പൊര നിറയെ പെൺകുട്ടികളാണ്, ഏറെക്കുറെ 18 എണ്ണം. കുട്ടികളെ ഉണ്ടാക്കുന്നത് അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭാര്യ പുതിയതായിട്ട് പിന്നെയും ഗർഭിണിയാണ്. പക്ഷെ പോക്കറ്റിലാണെങ്കിലോ ഒരു തേങ്ങയും ഇല്ല. ഉണ്ണിക്ക് നാട് വിട്ട് പോകുമല്ലാതെ വേറെ ഒരു വഴിയും ഇല്ലായിരുന്നു. അങ്ങനെ അയാൾ നാടും വീടും ഒക്കെ വിട്ട് ഒരു കാട്ടിലേക്ക് പോയി. ഒരു മരത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു അപ്പൂപ്പൻ പുറത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. നിന്റെ ഈ പ്രശ്നങ്ങൾക്ക് എന്റെ കയ്യിൽ ഒരു വഴിയുണ്ട് എന്ന് അപ്പൂപ്പൻ പറഞ്ഞു. അയാൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അപ്പൂപ്പന് ഒരു വയലിൻ കൊടുത്തു. ഇത് ആരുടെ മുന്നിൽ നിന്ന് വായിച്ചാലും വായിക്കുമ്പോൾ അവർ ഭ്രാന്തമായി ഡാൻസ് കളിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. എന്റെ പൊന്നു സാറേ, ഈ വയലിൻ വായിച്ച് ഞാൻ എന്ത് തേങ്ങ ഉണ്ടാക്കാനാണ്? ഞണ്ണ വല്ലതും തരാനുണ്ടെങ്കിൽ തരാൻ പറഞ്ഞു. അന്നേരം അപ്പൂപ്പൻ കയ്യിലുള്ള കൊള്ളി നിലത്ത് കുത്തി ഒരു ടേബിൾ ഉണ്ടാക്കി അതും കൊടുത്തിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. അന്നേരം ഉണ്ണി നല്ല ടേസ്റ്റുള്ള ഒരു സൂപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞതോടെ ചൂടുള്ള സൂപ്പ് ആ ടേബിളിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് കിട്ടിയപ്പോൾ ഉണ്ണി നാട്ടിലേക്ക് തന്നെ ജന്മി വീട്ടിൽ ചെന്ന് ഭാര്യയെയും മക്കളെയും അടിച്ചു പുറത്താക്കായിരുന്നു. ഉണ്ണി ഓടിപ്പോയി ജന്മിയുടെ മുന്നിൽ നിന്ന് വയലിൻ വായിക്കാൻ തുടങ്ങി. ജന്മി അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. 1 മണിക്കൂറോളം വയലിന്റെ താളത്തിൽ ഡാൻസ് കളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ വെച്ച് ഉണ്ണി വയലിൻ വായിച്ചപ്പോൾ പോലീസും കൂടെ കളിക്കാൻ തുടങ്ങി. ജന്മിയും പോലീസും കൂടെ നാട്ടിലൂടെ കൊട്ടാരത്തിലേക്ക് പോയി. ആ ഗ്രാമവാസികളും മുഴുവനും ഡാൻസ് കളിച്ചു. ഇതറിഞ്ഞ രാജാവ് പട്ടാളക്കാരെ അവന്റെ അടുത്തേക്ക് അയച്ചു. അവരും വയലിന്റെ താളത്തിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ കളിച്ച് കൊട്ടാരത്തിലുള്ള രാജാവും ഡാൻസ് കളിക്കാൻ തുടങ്ങി. രാജാവ് അടുത്തുള്ള കൊട്ടാരത്തിലെ രാജാവിനെയും പട്ടാളക്കാരെയും സഹായത്തിനായി വിളിച്ചു വരുത്തി. അവരും ഡാൻസ് കളിച്ചു. എന്തിന്, കുതിര വരെ ഡാൻസ് കളിച്ചു. 6 മണിക്കൂറായിട്ട് നിർത്താതെ വയലിന്റെ താളത്തിൽ ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് രാജാക്കന്മാര് അവരുടെ സിംഹാസനവും രാജ്ഞിയെയും ഉണ്ണിക്ക് കൊടുത്തു. അങ്ങനെ അവന് വയലിൻ വായിക്കുന്നത് നിർത്തി. എല്ലാ ആൾക്കാരും ഇത്രയും സമയം ഡാൻസ് കളിച്ച് ക്ഷീണിച്ചിട്ട് ഭയങ്കര വിശപ്പിലായിരുന്നു. അന്നേരം ഉണ്ണി മേശ എടുത്തിട്ട് അതിന്റെ പുറത്ത് 2 കൊട്ട് കൊട്ടി എല്ലാവർക്കും നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കൊടുക്കാനായി പറഞ്ഞു. അന്നേരം വെള്ളച്ചാട്ടം പോലെ എല്ലാവരുടെയും വായിലേക്ക് ഫുഡ് പോയി.